നമസ്കാരം. എഡിറ്റർ ലൈവ് ബ്രേക്ക് ന്യൂസിലേക്ക് സ്വാഗതം. സെലിബ്രേറ്റിംഗ് 50 years. മജസ്റ്റിക് ജുവല്ലേഴ്സ്. തിരൂരിൽ കെട്ടിടത്തിന് സമീപം മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയയാളുടെ ബന്ധുക്കളെ കണ്ടെത്താനായില്ല. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി പോലീസ്. മരണകാരണം വ്യക്തമാകണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കണമെന്ന് പോലീസ്. ശനിയാഴ്ച രാവിലെയാണ് കേജിപ്പടിയിലെ കെട്ടിടത്തിന് താഴെ രജനി എന്ന് വിളിക്കുന്നയാളെ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. രാവിലെ 8:30യോടെയാണ് നഗ്ന നിലയിലുള്ള മൃതദേഹം കണ്ടത്. വസ്ത്രങ്ങൾ മറ്റൊരിടത്ത് അഴിച്ചുവെച്ച നിലയിലായിരുന്നു. മൃതദേഹത്തിന് സമീപം മുതൽ കെട്ടിടത്തിന്റെ മറ്റൊരു ഭാഗം വരെ രക്തത്തുള്ളികൾ കണ്ടത് സംഭവത്തിൽ ദുരൂഹതയുണർത്തി. മൃതദേഹം നഗ്ന നിലയിലായിരുന്നതും സംശയങ്ങൾ ഉയർത്തി. മൃതദേഹത്തിൽ ബാഹ്യമായ പരിക്കുകളില്ലെന്നും മരണകാരണം വ്യക്തമാകാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കണമെന്നും CI MK രമേശ് അറിയിച്ചു. രജനി കോഴിക്കോട് സ്വദേശിയാണെന്നാണ് പറയപ്പെടുന്നത്. വർഷങ്ങളായി തിരൂരിൽ അലഞ്ഞു തിരിഞ്ഞ് ജീവിക്കുകയാണ്. കേജിപ്പടിയിലെ ബീവറേജ് പരിസരത്താണ് ഇയാൾ പ്രധാനമായും തങ്ങിയിരുന്നത്. മൃതദേഹം കണ്ട കെട്ടിടത്തിലെയും സ്ഥാപനങ്ങളിലെയും CCTVകൾ പോലീസ് പരിശോധിച്ചിരുന്നു. രക്തക്കറ കണ്ട ഭാഗങ്ങളിൽ ഫോറൻസിക് പരിശോധനയും നടത്തി. ഫോറൻസിക് പരിശോധനയിൽ കെട്ടിടത്തിന്റെ ചുമരിലുൾപ്പെടെ രക്തപ്പാടുകൾ കണ്ടെത്തിയിരുന്നു. രക്തം ഛർദ്ദിച്ചാണ് മരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. എഡിറ്റർ ലൈവ്, തിരൂർ. ഓൾമോസ്റ്റ് എല്ലായി. ഈ ഒരു ഡിസൈൻ മാത്രം കണ്ടില്ല. അതിനെന്താ, മോൾ ആ ഡിസൈൻ ഞങ്ങൾക്ക് അയച്ചത്. ഞങ്ങൾ അതേപോലെ ഡിസൈൻ ചെയ്ത് മാല വീട്ടിലെത്തിക്കാം. ആഹാ, അത് കൊള്ളാലോ. ഇപ്പൊ എന്നെ ഡിസൈൻ അയച്ചുതരാം. അപ്പൊ അനക്ക് വേണ്ടല്ലേ? സെലിബ്രേറ്റിംഗ് 50 years. മജസ്റ്റിക് ജുവല്ലേഴ്സ്.